സ്ത്രീകളുടെയും ദളിതരുടെയും ആദിവാസികളുടെയും രക്ഷകർത്തൃത്വം ഞങ്ങൾക്കാണെന്നുള്ള തികഞ്ഞ സവർണ ബോധ്യമാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ അവിടെ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ പിന്നെ അത് മറച്ചു വെക്കേണ്ടതില്ല. അദ്ദേഹത്തോട് തുറന്നു പറയുകയും കേരളം അത് തുറന്ന് ചർച്ച ചെയ്യണം. കേരളത്തിലെ റെപ്രസെന്റേഷൻ ഇല്ലാത്ത സിനിമാ മേഖലയിൽ സംവിധായകരായിട്ടോ പ്രധാനപ്പെട്ട ഇതിലോ റെപ്രസെന്റേഷൻ ഇല്ലാത്ത വിഭാഗം എന്ന നിലയിലാണ് ദളിതർക്കും ആദിവാസികൾക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും സിനിമ നിർമ്മിക്കുവാൻ സാമ്പത്തിക സഹായം കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നു. അതൊരു പ്രോഗ്രസീവായ നടപടിയാണ്. ഒരു വിഭാഗത്തെ കൂടി ഉൾക്കൊള്ളാനായിട്ട് ഗവൺമെന്റ് നടത്തുന്ന ഡെമോക്രാറ്റിക് ആയ ഒരു ഫംഗ്ഷനിങ് ആണ്. അതിനെ തുരങ്കം വെക്കുന്ന തികച്ചും ജാതീയമായ ഒരു പരാമർശമാണ് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. തികച്ചും പ്രതിഷേധാർഹമാണ്. അതിന്റെ ഒരു പ്രോബ്ലം കേരളത്തിന്റെ സിനിമാ മേഖലയെ വർഷങ്ങളോളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ മഹാനായ ചലച്ചിത്രകാരൻ ആൾക്കാർ വെറുതെ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ആൾ അടിസ്ഥാനപരമായി സ്ത്രീവിരുദ്ധനും ദളിത് വിരുദ്ധനും ആദിവാസി വിരുദ്ധനുമാണെന്നുള്ളത് കേരളം തുറന്ന് ചർച്ച ചെയ്യണം. ഇവരുടെ വികാസത്തെക്കുറിച്ച്, ഇവരുടെ പങ്കാളിത്തത്തെക്കുറിച്ച്, സിനിമാ മേഖലയിൽ അവർ ഇടപെടേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ഈ മനുഷ്യൻ എന്ത് സിനിമയാണ് നിർമ്മിക്കുന്നത്? അദ്ദേഹത്തിന്റെ സിനിമകൾ വെച്ച് തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റും തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള കീഴാള വിരുദ്ധമായ സിനിമകളാണ് അടൂർ ഗോപാലകൃഷ്ണൻ നിർമ്മിച്ചത്. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കടക്കുന്നില്ല. പക്ഷേ ഇത് കുറച്ചൊരു കടന്ന കാര്യമായി അയാൾക്ക് ഉള്ള കേരളത്തിലെ അംഗീകാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ ജാതി മേധാവിത്വത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാമെന്നാണോ ഈ ഉണ്ണിത്താൻ വിചാരിക്കുന്നത്? ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഉണ്ണിത്താൻ എന്താണ് വിചാരിക്കുന്നത്? ഇദ്ദേഹം ഇപ്പൊ ഇതിൽ മാത്രമല്ലെന്ന്, ഇതിനു മുൻപ് നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായപ്പോൾ സമാനമായ നിലപാടാണ് എടുത്തത്. ഒരു വിട്ടുവീഴ്ചയില്ലാതെ അവിടുത്തെ കീഴാളരായ സ്ത്രീകൾക്കെതിരെ, അവിടുത്തെ ജാതി പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യർക്കെതിരെ, സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ സമാനമായ സ്റ്റാൻഡാണ് അദ്ദേഹം എടുത്തത്. യുക്തിരഹിതമായ സ്റ്റാൻഡാണ് എടുത്തത്. അതുകൊണ്ട് അത് വിമർശിക്കപ്പെടണമെന്നത് മാത്രമല്ല, ഗവൺമെന്റ് അതിന്റെ പോളിസിയുമായി മുന്നോട്ട് പോകണം. അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് ഗവൺമെന്റ്. ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണെങ്കിൽ ചെവി കൊടുക്കരുത്, അത് പൂർണ്ണമായി തള്ളിക്കളയേണ്ടതുണ്ട്. ഇത് വളരെ വ്യക്തമായ സ്ത്രീവിരുദ്ധവും ദളിത് വിരുദ്ധമായ ഒരു ആക്ഷേപമായി തന്നെ, മലയാളിയുടെ അന്തസ്സിനെ ഹനിക്കുന്ന ഒരു ആക്ഷേപമായി തന്നെ മലയാളികൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശ്രീ സണ്ണി, ഇപ്പോൾ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നത് ഒരു മോശം സമരമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നശിപ്പിച്ചിരിക്കുകയാണ്, മുതലായ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ ഒരു വേദിയിലും ഇതിനെക്കുറിച്ചും പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതൊക്കെ? വളരെ, അതായത് അദ്ദേഹം ഒരു സംവിധായകനാണ്, ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ആളുകളെ ഒക്കെ തന്നെ ഒരു സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഒക്കെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയല്ലേ? ഇങ്ങനെയുള്ളവരൊക്കെ തന്നെ കുറച്ച് കാര്യങ്ങളിലൊക്കെ തന്നെ കുറച്ച് സംയമനം പാലിക്കേണ്ടതില്ലായിരുന്നു? കാര്യമാണ്. കേരളത്തിലെ സാംസ്കാരിക മേഖലയെ അടക്കി വാഴുന്നവർ പ്രധാനമായും കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ ജാതി വിരുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് വന്നവരല്ല ഇവരാരും. ഇവരിപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ജാതി സൂക്ഷിക്കുകയും ജാതി വിരോധം സൂക്ഷിക്കുകയും സ്ത്രീവിരുദ്ധമായ നിലപാടുള്ളവരാണ് മലയാളി സമൂഹത്തിലെ സാംസ്കാരിക പ്രതിഭകളെന്ന് നമ്മൾ പറയുന്നവരിൽ ബഹുഭൂരിപക്ഷവും. അതിലൊരാൾ മാത്രമാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അവിടെ നടന്ന, അതായത് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ജാതീയമായ അധിക്ഷേപം, അതായത് അവിടുത്തെ ഡയറക്ടറുടെ വീട്ടിലെ വീട്ടുജോലികൾ ചെയ്യാൻ അവരെ കൊണ്ടുപോവുക മാത്രമല്ല, അവരെ ജാതീയമായി ആക്ഷേപിച്ചതിനെതിരെ വിദ്യാർത്ഥികൾ സമരരംഗത്ത് വന്നപ്പോൾ അന്ന് ഈ അടൂർ ഗോപാലകൃഷ്ണനെ പോലൊരു മാന്യൻ പറഞ്ഞൊരു വാക്ക് നമ്മൾ മറന്നു പോകരുത്. അദ്ദേഹം പറഞ്ഞത് ഡയറക്ടറുടെ ഭാര്യ കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്, അവർക്ക് പരിഷ്കരിക്കപ്പെടാൻ ഇനി സമയം വേണ്ടി വരുന്നു. ഇയാൾ ഏത് കൊട്ടാരത്തിന്റെ കാര്യമാണെന്നേ പറഞ്ഞു. 75 വർഷമായി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഏത് കൊട്ടാരത്തിന്റെ കാര്യമായി ഉണ്ണിത്താൻ പറയുന്നത്? ഉണ്ണിത്താൻ പോയി അവിടെ അവർക്ക് സേവ ചെയ്തോളും. കേരളത്തിലെ പൗരന്മാരോട് അത് ആവശ്യപ്പെടാൻ പറ്റില്ല. ഇതാ പറയുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ഇയാളുടെ അടിമുടി ഇയാളിൽ നിറഞ്ഞു നിൽക്കുന്ന ജാതി മനോഭാവമാണ്, സവർണ മനോഭാവമാണ് ഇത്തരം വാക്കുകൾ പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ അടിസ്ഥാനമായിരിക്കും. നമ്മളതിനെ മറച്ചു വെക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് എനിക്ക്. തുറന്ന ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഉത്തരം പറയട്ടെ. ചോദ്യങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം ഉത്തരം പറയട്ടെ, യുക്തിഭദ്രമായി ഉത്തരം പറയട്ടെ. എന്തുകൊണ്ട് ദളിതർക്ക്, സ്ത്രീകൾക്ക് സിനിമ നിർമ്മിക്കാൻ 1.5 കോടി രൂപ കൊടുക്കുമ്പോൾ 3 മാസത്തെ കർശനമായ ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നത് ഇയാൾ ആരാണ്? ഇയാളാണോ ഇവരുടെ എല്ലാം പിതൃത്വം ഏറ്റെടുക്കുന്ന ആള്? ഇയാളാണോ ഇവരെല്ലാം നിയന്ത്രിക്കുന്നത്? ഇയാൾക്ക് ആരെങ്കിലും പ്രത്യേക അധികാരം കൊടുത്തിട്ടുണ്ടോ കേരളത്തിൽ? ഇയാൾ നമ്മളെപ്പോലെ ഒരു പൗരനല്ലേ? സിനിമ എടുത്തിട്ടുണ്ടാവും, നമ്മൾ വേറെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തത് മലയാളിക്ക് അപമാനകരമായ പ്രസ്താവനയായിട്ട് തന്നെ മലയാളികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ദളിതരുടെ പ്രശ്നമോ സ്ത്രീകളുടെ പ്രശ്നമോ അല്ല, മലയാളികളുടെ അന്തസ്സിന് കോട്ടം തട്ടുന്ന വർത്തമാനങ്ങളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിന്റെ കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.